2020 ജനുവരി 16 കാസർഗോഡ് ജില്ലയിലെ മിയാപദവിലുള്ള ശ്രീ വിദ്യാവർദ്ധക ഹൈസ്കൂളിൽ നിന്നും അന്ന് ഉച്ചയ്ക്ക് ഒരു ടീച്ചറിന് കാണാതാവുന്നു. 44 വയസ്സുള്ള BK രൂപശ്രീ എന്ന ടീച്ചറിനെയാണ് കാണാതായത്. അന്നേ ദിവസം വൈകുന്നേരത്തോടെ തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂപശ്രീ ടീച്ചറിന്റെ ഭർത്താവായ ചന്ദ്രശേഖരൻ മഞ്ചേശ്വരം പോലീസിന് ഒരു പരാതി നൽകി. ഈ പരാതിയെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അടുത്ത ദിവസം, അതായത് ജനുവരി 17 ദുർഗിപ്പള്ള എന്ന സ്ഥലത്ത് നിർത്തിയിട്ട നിലയിൽ രൂപശ്രീയുടെ സ്കൂട്ടർ പോലീസ് കണ്ടെത്തി. എന്നാൽ അവർ എങ്ങോട്ട് പോയി എന്ന് മാത്രം കണ്ടെത്താനായില്ല. പക്ഷേ ജനുവരി 18 മിയാപദവിൽ നിന്നും 21 കിലോമീറ്റർ മാറി കോയിപ്പാടി കുമ്പള ബീച്ചിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് ഡെഡ് ബോഡി വിശദമായി പരിശോധിച്ചു. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത, തലയിൽ നിന്നും മുടിയെല്ലാം കൊഴിഞ്ഞുപോയ നിലയിലുള്ള ആ മൃതദേഹം 2 ദിവസത്തോളം കടലിൽ കിടന്നിട്ടുള്ളതിന്റെ ലക്ഷണങ്ങളുണ്ട്. ശരീരം അഴുകി തുടങ്ങിയിരിക്കുന്നു. മുഖം മീനുകൾ കൊത്തിവലിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഈ വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ ചന്ദ്രശേഖരൻ ആ ഡെഡ് ബോഡിയുടെ കയ്യിലെ വിവാഹമോതിരം കണ്ട് നടുങ്ങി. കാരണം അതിൽ അദ്ദേഹത്തിന്റെ പേരായിരുന്നു എഴുതിയിരുന്നത്. അതായത് ആ ഡെഡ് ബോഡി 2 ദിവസം മുൻപ് കാണാതായ രൂപശ്രീ ടീച്ചറുടേതായിരുന്നു. രൂപശ്രീ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ് എന്നതായിരുന്നു മഞ്ചേശ്വരം പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയും നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു. 2020 ജനുവരി 16 ഉച്ചയോടെ രൂപശ്രീ ടീച്ചർ എങ്ങോട്ടാണ് പോയത്? അവർ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? ക്രൈംബ്രാഞ്ച് കൊലയാളിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും ഒരു ടീച്ചറിനെ ഓർമ്മയുണ്ടാവും. നമ്മളെ നല്ല രീതിയിൽ പഠിപ്പിച്ച, സ്നേഹത്തോടെ സംസാരിക്കാറുള്ള, നമ്മുടെ വിശേഷങ്ങളെല്ലാം തിരക്കാറുള്ള ഒരു ടീച്ചർ. കാസർഗോഡ് മിയാപദവിലെ വിദ്യാവർദ്ധക ഹൈസ്കൂളിലെ കുട്ടികൾക്ക് രൂപശ്രീ ടീച്ചർ അങ്ങനെ ഒരാളായിരുന്നു. എന്നും ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രം സ്കൂളിലെത്താറുള്ള ടീച്ചർ. ഭർത്താവും സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു മകനുമടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അവരുടേത്. ആ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാവേണ്ടിയിരുന്ന മാസമായിരുന്നു 2020 ജനുവരി. കാരണം രൂപശ്രീയുടെയും ഭർത്താവ് ചന്ദ്രശേഖരന്റെയും 20ാം വിവാഹ വാർഷികം ജനുവരി 24 അത് കഴിഞ്ഞ് 4 ദിവസം കൂടി കഴിഞ്ഞാൽ ജനുവരി 28 രൂപശ്രീയുടെ 45ാം ജന്മദിനവുമാണ്. സന്തോഷത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒരു മാസം. പക്ഷേ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ജനുവരി 16 ഉച്ചയോടെ രൂപശ്രീ ടീച്ചർ തന്റെ സ്കൂട്ടറുമെടുത്ത് സ്കൂളിൽ നിന്നും പുറത്തേക്ക് പോയി. ഹൊസങ്കടിയിൽ വെച്ച് നടക്കുന്ന ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടാണ് രൂപശ്രീ സ്കൂളിൽ നിന്നും പോയത്. മിയാപദവിൽ നിന്നും ഹൊസങ്കടിയിലേക്ക് 10 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നാൽ അന്നവർ ആ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, വൈകുന്നേരം വീട്ടിലുമെത്തിയില്ല. ഭർത്താവ് ചന്ദ്രശേഖരൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മകൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. രൂപശ്രീയുടെ ഫോണിലേക്ക് അദ്ദേഹം വിളിച്ചു നോക്കിയെങ്കിലും അവർ ഫോൺ എടുത്തില്ല. ഇരുട്ടാവാൻ തുടങ്ങിയതോടെ ഇരുവർക്കും ഭയമായി. അങ്ങനെയാണ് ചന്ദ്രശേഖരൻ രൂപശ്രീയുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് ടീച്ചർമാരെ ഫോൺ വിളിച്ച് കാര്യം അന്വേഷിച്ചത്. രൂപശ്രീ ഉച്ചയ്ക്ക് തന്നെ സ്കൂളിൽ നിന്നും പോയതാണല്ലോ എന്ന് അവർ പറഞ്ഞതോടെ ചന്ദ്രശേഖരന് അപകടം മണത്തു. കാരണം മുൻപൊരിക്കലും രൂപശ്രീയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കെന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്ന് അദ്ദേഹം ഭയന്നു. അതിവേഗത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തിയ ചന്ദ്രശേഖരൻ തന്റെ ഭാര്യ മിസ്സിംഗ് ആണെന്ന് കാണിച്ച് ഒരു പരാതി നൽകി. ഹൊസങ്കടിയിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നും നേരത്തെ ഇറങ്ങിയ ഭാര്യ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നും, ഭാര്യയുടെ തിരോധാനത്തിൽ അതേ സ്കൂളിൽ തന്നെ ജോലി ചെയ്യുന്ന വെങ്കിട്ടരമണ എന്ന ഡ്രോയിങ് ടീച്ചറിനെ തനിക്ക് സംശയമുണ്ട് എന്നും ചന്ദ്രശേഖരന്റെ പരാതിയിൽ പറയുന്നു. ഇതോടെ പോലീസ് വെങ്കിട്ടരമണയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചന്ദ്രശേഖരനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് രൂപശ്രീ വിദ്യാവർദ്ധക ഹൈസ്കൂളിൽ അധ്യാപികയായി ജോയിൻ ചെയ്തപ്പോൾ ഏറെക്കുറെ അതേ കാലയളവിൽ തന്നെ ഡ്രോയിങ് ടീച്ചറായി ജോയിൻ ചെയ്ത വ്യക്തിയായിരുന്നു വെങ്കിട്ടരമണ. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു നല്ല സൗഹൃദമുണ്ടായിരുന്നു. ഈ സൗഹൃദം മുതലെടുത്ത വെങ്കിട്ടരമണ രൂപശ്രീയിൽ നിന്നും പലപ്പോഴായി ധാരാളം പണം കടമായി വാങ്ങിയിരുന്നു. ഒന്നും തിരിച്ചു കൊടുക്കാറില്ല.
പതിയെ പതിയെ അയാൾ രൂപശ്രീക്കുമേൽ പൊസസീവാവുകയും അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതായത് രൂപശ്രീ മറ്റു പുരുഷന്മാരായ ടീച്ചർമാരോട് സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ ഒന്നും വെങ്കിട്ടരമണിക്ക് ഇഷ്ടമല്ല. അയാൾ രൂപശ്രീയുടെ ഫോൺ കൈവശപ്പെടുത്തും, മെസ്സേജുകൾ വായിച്ചു നോക്കും, ആരെയെല്ലാമാണ് കോൾ ചെയ്തിരിക്കുന്നത് എന്ന് പരിശോധിക്കും. ഇങ്ങനെ സംശയാലുവായ ഒരു കാമുകനെ പോലെ അയാൾ പെരുമാറാൻ തുടങ്ങിയതോടെ രൂപശ്രീക്കും വെങ്കിട്ടരമണിക്കുമിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. തനിക്ക് തരാനുള്ള പണമെല്ലാം ഉടനെ തിരിച്ചു തരണമെന്ന് രൂപശ്രീ നിർബന്ധം പിടിച്ചതോടെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ ഒന്നുകൂടി ഗുരുതരമായി. വെങ്കിട്ടരമണ രൂപശ്രീയെ ഭീഷണിപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും പതിവായി. ഈ കാര്യങ്ങളെല്ലാം രൂപശ്രീ തന്റെ കുടുംബാംഗങ്ങളുമായി പങ്കുവച്ചിരുന്നു. തനിക്കെന്തെങ്കിലും പറ്റിയാൽ അതിന്റെ കാരണം വെങ്കിട്ടരമണയാണ് എന്ന് പോലും രൂപശ്രീ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് രൂപശ്രീയെ സ്കൂളിൽ നിന്നും കാണാതാവുന്നത്. അവരെ കാണാതായ ദിവസം വെങ്കിട്ടരമണ സ്കൂളിൽ വന്നിട്ടില്ല എന്നും ചന്ദ്രശേഖരന് വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യയുടെ തിരോധാനത്തിൽ വെങ്കിട്ടരമണയെ സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോലീസിൽ പരാതി നൽകിയത്. ഇതോടെ മഞ്ചേശ്വരം പോലീസ് വെങ്കിട്ടരമണയുടെ ഫോണിലേക്ക് വിളിക്കുകയും അയാളോട് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഫോൺ വിളിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് വെങ്കിട്ടരമണ സ്റ്റേഷനിലെത്തിയത്. തനിക്കൊരു പൂജയുണ്ടായിരുന്നു എന്നും അതിന്റെ തിരക്കിലായിരുന്നതിനാലാണ് വരാൻ വൈകിയത് എന്നുമായിരുന്നു വെങ്കിട്ടരമണയുടെ വിശദീകരണം. അതായത് ഒരു സ്കൂൾ അധ്യാപകനാവുന്നതിന് മുൻപ് തന്നെ പൂജകളെല്ലാം ചെയ്തു വന്നിരുന്ന ഒരു പൂജാരിയാണ് വെങ്കിട്ടരമണ. ഇപ്പോഴും ഒഴിവ് ദിവസങ്ങളിലും വേണ്ടിവന്നാൽ അവധിയെടുത്തും അയാൾ പൂജകൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. ഇന്ന് സ്കൂളിൽ നിന്നും അവധിയെടുത്തതുപോലും അതിനു വേണ്ടിയായിരുന്നു എന്നും രൂപശ്രീ ടീച്ചറിനെ കാണാതായ വിവരം നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നും അല്ലാതെ അവരുടെ മിസ്സിങ്ങുമായി തനിക്കൊരു ബന്ധവുമില്ല എന്നും വെങ്കിട്ടരമണ കൂട്ടിച്ചേർത്തു. അയാളുടെ മൊഴികളിലോ പെരുമാറ്റത്തിലോ യാതൊരു പതർച്ചയും പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞില്ല. പോരാത്തതിന് അയാളാണ് ഇതിന് പിന്നിലുള്ളത് എന്നതിന് തെളിവുകളുമില്ല. സ്വാഭാവികമായും വെങ്കിട്ടരമണിയുടെ മൊഴിയെടുത്തതിനു ശേഷം അയാളെ വിട്ടയച്ചു. അടുത്ത ദിവസം രാവിലെയോടെ രൂപശ്രീ ടീച്ചർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഒന്നുകൂടി ഊർജിതമായി. പോലീസിന്റെ സൈബർ ടീം രൂപശ്രീയുടെ മൊബൈൽ ടവറിന്റെ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്ത സമയത്ത് ദുർഗിപ്പള്ള എന്ന സ്ഥലത്ത് വെച്ച് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതായത് രൂപശ്രീ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഹൊസങ്കടിയും ദുർഗിപ്പള്ളയും തമ്മിൽ 1.5 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനർത്ഥം അവർ ഹൊസങ്കടിയിലേക്ക് പോവാനായി തന്നെയാണ് സ്കൂളിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്താൻ 1.5 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ അവർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. അത് കണ്ടെത്തുന്നതിനായി മഞ്ചേശ്വരം പോലീസ് ദുർഗിപ്പള്ളയിലെത്തി തിരച്ചിൽ നടത്തി. ഇങ്ങനെ നടന്ന തിരച്ചിലിൽ ദുർഗിപ്പള്ളയിലെ റോഡ് സൈഡിൽ നിർത്തിയിട്ട നിലയിൽ രൂപശ്രീയുടെ സ്കൂട്ടർ കണ്ടെത്തി. ആ സ്കൂട്ടറിൽ നിന്നും കീ പോലും എടുക്കാതെയാണ് അവർ പോയിരിക്കുന്നത്. ഒരുപക്ഷെ അവർ സ്വമേധയാ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഏതെങ്കിലും വാഹനത്തിൽ കയറി പോയതായിരിക്കാം. അല്ലെങ്കിൽ അവരെ ആരോ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. മഞ്ചേശ്വരം പോലീസ് രൂപശ്രീക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. 2020 ജനുവരി 18 കോയിപ്പാടി കടപ്പുറത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. പരിസരവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. കുറഞ്ഞത് 2 ദിവസമെങ്കിലും ആ മൃതദേഹം കടലിൽ കിടന്നിട്ടുണ്ട്. ശരീരം അഴുകി തുടങ്ങിയിരിക്കുന്നു. മുഖം മീനുകൾ കൊത്തിപ്പറിച്ച് വികൃതമാക്കിയിരിക്കുന്നു. തലയിലുള്ള മുടികളെല്ലാം പറിഞ്ഞുപോയിരിക്കുന്നു. ആകപ്പാടെ വികൃതമായ, തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു മൃതദേഹം. ഇതിനെല്ലാം ഉപരി മൃതദേഹത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരജ്ഞാത മൃതദേഹം കെട്ടിക്കഴിഞ്ഞാൽ അടുത്തിടെ കാണാതായവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത് പതിവാണ്. സ്വാഭാവികമായും ഡെഡ് ബോഡി 2 ദിവസം മുൻപ് കാണാതായ രൂപശ്രീ ടീച്ചറിന്റെയാണോ എന്ന് പരിശോധിക്കുന്നതിനായി അവരുടെ ഭർത്താവ് ചന്ദ്രശേഖരനെ പോലീസ് വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ചന്ദ്രശേഖരൻ ആദ്യ കാഴ്ചയിൽ തന്നെ മരിച്ചിരിക്കുന്നത് തന്റെ ഭാര്യയാണെന്ന് സ്ഥിരീകരിച്ചു. ഡെഡ് ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിട്ടുണ്ടെങ്കിലും കയ്യിലെ വിവാഹമോതിരം വെച്ച് അദ്ദേഹം ഭാര്യയെ തിരിച്ചറിയുകയായിരുന്നു. ഇതോടെ രൂപശ്രീ ടീച്ചർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കാസർഗോഡ് ജില്ല മുഴുവൻ പരന്നു. ഒപ്പം അതുമായി ബന്ധപ്പെട്ട പല കെട്ടുകഥകളും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങിമരണം സ്ഥിരീകരിച്ചതോടെ ഇതൊരു ആത്മഹത്യാ കേസായി എഴുതിത്തള്ളാനാണ് മഞ്ചേശ്വരം പോലീസ് തിടുക്കം കാണിച്ചത്. ഇത് വലിയ വിവാദങ്ങളുണ്ടാക്കി. കാരണം രൂപശ്രീയെ കാണാതായ സമയത്ത് തന്നെ ഈ തിരോധാനത്തിൽ ദുരൂഹതകളുണ്ട് എന്ന് കുടുംബം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനു പുറമെയാണ് പൂർണ്ണ നഗ്നയാക്കപ്പെട്ട നിലയിൽ അവരുടെ മൃതദേഹം ലഭിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളും
വസ്ത്രങ്ങളില്ലാതെ അത് ചെയ്യില്ല. ആരോ മനഃപൂർവ്വം അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയിരിക്കുകയാണ് എന്നും നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്നും പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഞ്ചേശ്വരം പോലീസ് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള വിചിത്രവാദം മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും രൂപശ്രീയുടെ കുടുംബവും പൊതുജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തു വന്നു. അതിന്റെ ഫലമായി ജനുവരി 19 കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് SP സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് ഏറ്റെടുത്തതോടെ അന്വേഷണത്തിന്റെ ഗതിയാകെ മാറി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് അവർ കണ്ടെത്തി. രൂപശ്രീയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനർ മുങ്ങിമരണമാണ് നടന്നിരിക്കുന്നത് എന്നും ഡെഡ് ബോഡിയിൽ മറ്റു പരുക്കുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്കൽ പോലീസ് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള നിഗമനത്തിലെത്തിയത്. അപ്പോഴൊന്നും രൂപശ്രീയുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിരുന്നില്ല. പിന്നീടാണ് അവരുടെ ലങ്സിനകത്ത് നിന്നും ശുദ്ധജലം കണ്ടെത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അതായത് കടലിൽ വീണു മരിച്ച ഒരാളുടെ ലങ്സിൽ ഉപ്പുവെള്ളമാണ് കണ്ടെത്തേണ്ടത്. എന്നാൽ രൂപശ്രീയുടെ ലങ്സിലെത്തിയിരിക്കുന്നത് ശുദ്ധജലമാണ്. അതിനർത്ഥം അവരെ മറ്റെവിടെയോ വെച്ച് മുക്കിക്കൊന്നതിനു ശേഷം ഡെഡ് ബോഡി കടലിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ രൂപശ്രീയുടെ മുടികൾ ഏറെക്കുറെ പൂർണ്ണമായും പറഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു. എന്തോ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നും പിന്നീട് കണ്ടെത്തുകയുണ്ടായി. സോ നടന്നിരിക്കുന്നത് ഒരു വെൽ പ്ലാൻഡ് മർഡർ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതേ സമയം തന്നെ മൃതദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ്സിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു തെളിവ് കൂടി ലഭിച്ചു. രൂപശ്രീയുടെ ഷോൾഡറിൽ കാറിന്റെ ടയർ മാർക്ക് പോലെ തോന്നിക്കുന്ന ഒരു പാട് കാണുന്നുണ്ട്. അതൊരിക്കലും ഒരു വാഹനം അവരുടെ ശരീരത്തിൽ കയറിയിറങ്ങിയതുകൊണ്ട് സംഭവിച്ചതല്ല. അങ്ങനെ വല്ലതും സംഭവിച്ചതാണെങ്കിൽ അതിന്റെ പരുക്കുകൾ കാണേണ്ടതാണ്. അങ്ങനെയൊരു പരുക്കും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ടയർ ഇംപ്രഷൻ വരാൻ കാരണമെന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. അതായത് കില്ലർ രൂപശ്രീയുടെ മൃതദേഹം കടത്തിയത് ഏതെങ്കിലും കാറിന്റെ ട്രങ്കിനകത്ത് കയറ്റിയിട്ടാവാം. ഈ സമയം ട്രങ്കിനകത്തെ സ്റ്റെപ്നി ടയറിനോട് ചേർന്ന് വളരെ നേരം കിടന്നതിനാലാവാം ആ ടയർ മാർക്ക് രൂപശ്രീയുടെ ഷോൾഡറിലായത്. ഈ കേസിലെ വളരെ നിർണായകമായ കണ്ടെത്തലുകളിലൊന്നായിരുന്നു അത്. തുടർന്ന് CCTV ഫുട്ടേജുകൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ കില്ലറിനെ കുറിച്ചുള്ള ആദ്യ സൂചന ലഭിച്ചു. അതായത് ദുർഗിപ്പള്ള എന്ന സ്ഥലത്ത് നിന്നുമാണ് രൂപശ്രീയുടെ സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയത്. രൂപശ്രീ സ്കൂട്ടറിൽ അവിടെ എത്തുന്നതും സ്കൂട്ടർ നിർത്തി മറ്റൊരു കാറിൽ കയറി പോകുന്നതുമെല്ലാം അടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ള കാർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അത് മറ്റാരുടെയുമായിരുന്നില്ല, രൂപശ്രീയുടെ സഹപ്രവർത്തകൻ വെങ്കിട്ടരമണിയുടേതായിരുന്നു. ഇതോടെ വെങ്കിട്ടരമണിയുടെ മൊഴി കളവാണെന്നും രൂപശ്രീയുടെ കൊലപാതകത്തിൽ അയാൾക്ക് പങ്കുണ്ട് എന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു. ഉടനടി വെങ്കിട്ടരമണിയെ കസ്റ്റഡിയിലെടുത്ത് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തു. ഒപ്പം അയാളുടെ കാറും പരിശോധനകൾക്ക് വിധേയമാക്കി. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ മറനീക്കി പുറത്തു വന്നു. ആ കാറിന്റെ ട്രങ്ക് തുറന്ന് സ്റ്റെപ്നി ടയർ പുറത്തെടുത്തപ്പോൾ തന്നെ ധാരാളം മുടികൾ ആ ടയറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാമായിരുന്നു. അത് ഒരു സ്ത്രീയുടെ മുടികളാണെന്ന് വ്യക്തമാണ്. കൂടാതെ ആ ടയറിന്റെ ഇംപ്രഷൻ തന്നെയാണ് രൂപശ്രീയുടെ ഷോൾഡറിൽ കാണാൻ കഴിയുന്നത്. മൃതദേഹം കടത്താൻ ഉപയോഗിച്ച വാഹനമാണ് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നും കൊലയാളി വെങ്കട്ടരമണ തന്നെയാണ് എന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. ഈ തെളിവുകളെല്ലാം നിരത്തി ചോദ്യം ചെയ്തതോടെ വെങ്കട്ടരമണ പതറി. താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായതോടെ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുവിടാതെ പറഞ്ഞു. വെങ്കട്ടരമണിയുടെ കുറ്റസമ്മതമൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 6 വർഷത്തോളമായി മിയാപദവ് വിദ്യാവർദ്ധക ഹൈസ്കൂളിൽ അധ്യാപകരായിരുന്നു വെങ്കട്ടരമണിയും രൂപശ്രീയും. ഒരേ സമയത്ത് ജോലിയിൽ പ്രവേശിച്ചവർ. തുടക്കത്തിൽ അവർ നല്ല സൗഹൃദത്തിലായിരുന്നുവെങ്കിലും ഇരുവർക്കുമിടയിലെ സാമ്പത്തിക ഇടപാടുകൾ കാരണം ഈ സൗഹൃദത്തിൽ വിള്ളൽ വീണു. വാങ്ങിച്ച പണം വെങ്കട്ടരമണ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, രൂപശ്രീയെ നിയന്ത്രിക്കാനും തുടങ്ങി. ഇത് രൂപശ്രീ എതിർക്കാനും ചോദ്യം ചെയ്യാനും തുടങ്ങിയതോടെ അവരുടെ സൗഹൃദം ശത്രുതയായി മാറി. തുടർച്ചയായി പണം തിരിച്ചു ചോദിക്കുന്ന രൂപശ്രീ വെങ്കട്ടരമണയ്ക്ക് ഒരു ശല്യമായിരുന്നു. എങ്ങനെയെങ്കിലും ആ ശല്യം അവസാനിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടി വെങ്കട്ടരമണ തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു കൊലപാതകം. 2020 ജനുവരി 16 വെങ്കട്ടരമണയുടെ ഭാര്യ വീട്ടിലില്ലാത്ത ദിവസമായിരുന്നു അത്.
തലേ ദിവസം തന്നെ സ്കൂളിൽ വിളിച്ച് അവധി പറഞ്ഞ വെങ്കിട്ടരമണ കൊലപാതകത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷം കാറുമായി പുറത്തേക്കിറങ്ങി. ഹൊസങ്കടിയിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനായി രൂപശ്രീ സ്കൂളിൽ നിന്നും ഇറങ്ങുമെന്ന് വെങ്കിട്ടരമണയ്ക്ക് അറിയാമായിരുന്നു. ആ അവസരം മുതലെടുക്കാൻ അയാൾ തീരുമാനിച്ചു. രൂപശ്രീയുടെ ഫോണിലേക്ക് വിളിച്ച വെങ്കിട്ടരമണ നമുക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്നും തരാനുള്ള പണം നൽകാമെന്നും പറഞ്ഞ് രൂപശ്രീയെ കൺവിൻസ് ചെയ്തു. ദുർഗിപ്പള്ളിയിൽ വെച്ച് അവർ കണ്ടുമുട്ടി. കുറച്ചുനേരം സംസാരിക്കണമെന്നുള്ള വെങ്കിട്ടരമണയുടെ നിർബന്ധത്തിന് വഴങ്ങിയ രൂപശ്രീ സ്കൂട്ടർ നിർത്തി അയാളുടെ കാറിൽ കയറി. പിന്നീടുള്ള വെങ്കിട്ടരമണയുടെ മൊഴികളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. അതായത് കാറിൽ കയറിയ രൂപശ്രീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പുറമെ ആരും കാണാതിരിക്കാൻ കാറിൽ കിടന്നുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു എന്നുമായിരുന്നു വെങ്കിട്ടരമണയുടെ മൊഴി. പക്ഷേ രൂപശ്രീ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. വെങ്കിട്ടരമണ കാരണം താൻ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് രൂപശ്രീ നേരത്തെ തന്നെ വീട്ടിൽ സംസാരിച്ചിട്ടുള്ളതാണ്. തനിക്കെന്തെങ്കിലും പറ്റിയാൽ അതിന്റെ കാരണക്കാരൻ വെങ്കിട്ടരമണയായിരിക്കുമെന്ന് പോലും അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയിരിക്കുന്ന സമയത്ത് രൂപശ്രീ സ്വന്തം ഇഷ്ടപ്രകാരം അയാളുടെ വീട്ടിലേക്ക് പോവുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഒരുപക്ഷെ തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ രൂപശ്രീ ആ കാറിനകത്ത് കയറിയിട്ടുണ്ടാവാം. പക്ഷേ പിന്നീട് നടന്നതെല്ലാം ഒരു ബലപ്രയോഗത്തിലൂടെയാവണം. കാരണം ഈ കൊലപാതകത്തിൽ വെങ്കിട്ടരമണയ്ക്ക് കൂട്ടായി മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. 23 വയസ്സുള്ള നിരഞ്ജൻ കുമാർ. വെങ്കിട്ടരമണയുടെ അയൽവാസിയായ നിരഞ്ജനാണ് ആ കാർ ഓടിച്ചിരുന്നത്. ലോക്കൽ പോലീസ് ദുർഗിപ്പള്ളിയിൽ നിന്നും രൂപശ്രീയുടെ സ്കൂട്ടർ കണ്ടെത്തിയ സമയത്ത് അതിൽ കീ ഉണ്ടായിരുന്നു. അതിനർത്ഥം ആ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ട് പോവാൻ രൂപശ്രീ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കാറിൽ കയറിയ ഉടനെ വെങ്കിട്ടരമണ രൂപശ്രീയുടെ ഫോൺ കൈവശപ്പെടുത്തി സ്വിച്ച് ഓഫ് ചെയ്യുകയും ബലം പ്രയോഗിച്ച് അവരുമായി മിയ പദവിലുള്ള വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടാവണം. വീട്ടിലെത്തിയ ഉടനെ വെങ്കിട്ടരമണയും നിരഞ്ജനും ചേർന്ന് രൂപശ്രീയെ ബാത്റൂമിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ബക്കറ്റ് നിറയെ ഒരു കെമിക്കൽ മിക്സ് ചെയ്ത വെള്ളം വെങ്കിട്ടരമണ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അതിൽ രൂപശ്രീയുടെ തല വളരെ നേരം മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു. എന്നാൽ രൂപശ്രീ കിടന്ന് പിടഞ്ഞതോടെ ആ ബക്കറ്റ് പൊട്ടി. തുടർന്ന് ബാത്റൂമിൽ തന്നെയുണ്ടായിരുന്ന വെള്ളം നിറച്ച ഡ്രമ്മിനകത്തേക്ക് തള്ളിയിട്ട് വെങ്കിട്ടരമണയും നിരഞ്ജനും ചേർന്ന് രൂപശ്രീയെ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ശുദ്ധജലം അവരുടെ ലങ്സിനകത്തേക്ക് കയറിയത്. കെമിക്കൽ റിയാക്ഷൻ കാരണമായിരുന്നു മുടികൾ പറിഞ്ഞുപോയത്. കൊലപാതകത്തിന് ശേഷം രൂപശ്രീയുടെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയ വെങ്കിട്ടരമണ ആ ഡെഡ് ബോഡി വെച്ച് ചില പൂജകൾ നടത്തിയിരുന്നു എന്നും അതിലൂടെ തനിക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു എന്നും ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം ഡെഡ് ബോഡി ഒരു ചാക്കിനകത്താക്കി കാറിന്റെ ട്രങ്കിനകത്ത് കയറ്റി. എല്ലാത്തിനും കൂട്ടായി നിരഞ്ജനും ഉണ്ടായിരുന്നു. അവർ മൃതദേഹം ഉപേക്ഷിക്കാനായി പോവാൻ തയ്യാറെടുക്കുമ്പോഴാണ് വെങ്കിട്ടരമണയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അത് അയാളുടെ ഭാര്യയായിരുന്നു. ആ സമയം മംഗളൂരുവിലായിരുന്ന ഭാര്യ വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബാത്റൂമിലെ തെളിവുകളെല്ലാം നശിപ്പിച്ച വെങ്കിട്ടരമണ 5 മണിയോടെ ഭാര്യയെ വിളിച്ചിട്ട് വരാനായി മംഗളൂരുവിലേക്ക് തിരിച്ചു. കാറിലായിരുന്നു പോയത്. അതായത് രൂപശ്രീയുടെ ഡെഡ് ബോഡി അപ്പോഴും അതേ കാറിന്റെ ട്രങ്കിൽ തന്നെ കിടക്കുന്നുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ വെങ്കിട്ടരമണ ഭാര്യയുമായി വീട്ടിലെത്തി. ശേഷം ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരു പൂജയുണ്ടെന്ന് ഭാര്യയോട് നുണ പറഞ്ഞ് വെങ്കിട്ടരമണയും നിരഞ്ജനും കൂടി കാറെടുത്ത് പുറത്തിറങ്ങി. എത്രയും പെട്ടെന്ന് ഡെഡ് ബോഡി ഉപേക്ഷിക്കണം. അതായിരുന്നു അവരുടെ പ്ലാൻ. വീണ്ടും മംഗളൂരു റൂട്ടിലൂടെയായിരുന്നു അവരുടെ യാത്ര. വഴിയിലുള്ള മാലിന്യ പ്ലാന്റുകൾ, നേത്രാവതി പാലം എന്നിവിടങ്ങളിലെല്ലാം മൃതദേഹം ഉപേക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും ആൾത്തിരക്ക് കാരണം ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അപ്പോഴേക്കും രൂപശ്രീ മിസ്സിംഗ് ആണ് എന്നും ഈ തിരോധാനത്തിൽ വെങ്കിട്ടരമണയ്ക്ക് പങ്കുണ്ട് എന്നുമുള്ള രൂപശ്രീയുടെ ഭർത്താവിന്റെ പരാതി മഞ്ചേശ്വരം പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് വെങ്കിട്ടരമണയെ വിളിക്കുമ്പോൾ അയാൾ ഡെഡ് ബോഡി ഉപേക്ഷിക്കാനായി കാറിൽ അലഞ്ഞുതിരിയുകയായിരുന്നു. എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തണമെന്ന് മഞ്ചേശ്വരം പോലീസ് പറഞ്ഞതോടെ അവരുടെ ടെൻഷൻ ഇരട്ടിയായി. നേത്രാവതി പാലത്തു നിന്നും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് കാർ തിരിച്ചുവിട്ടു. 14 കിലോമീറ്ററിനുള്ളിൽ പോലീസ് സ്റ്റേഷനെത്തും. അതിനുള്ളിൽ ഡെഡ് ബോഡി ഉപേക്ഷിക്കണം. അവർ പല സ്ഥലങ്ങളിലും അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ കണ്ണോതിർത്ത ബീച്ചിലെത്തി. ജനങ്ങളുടെ പ്രസൻസ് വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലം. ആ കടലിലേക്ക് അവർ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമേ ആ ബീച്ചിലേക്കുണ്ടായിരുന്നുള്ളൂ.
ഡെഡ് ബോഡി ഉപേക്ഷിച്ച് മറ്റു തെളിവുകളെല്ലാം നശിപ്പിച്ച വെങ്കിട്ടരമണ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഒന്നും അറിയാത്തവനെ പോലെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തുകയും രൂപശ്രീയെ കണ്ടിട്ടില്ല എന്നും ഒരു പൂജയുടെ തിരക്കിലായതിനാലാണ് വരാൻ വൈകിയത് എന്നും പറഞ്ഞ് മൊഴി നൽകുകയായിരുന്നു. 2 ദിവസത്തിനു ശേഷം രൂപശ്രീയുടെ ഡെഡ് ബോഡി കോയിപ്പാടി കുമ്പള ബീച്ചിൽ കരയ്ക്കടിഞ്ഞു. 2020 ജനുവരി 24-ന് വെങ്കിട്ടരമണയെയും നിരഞ്ജനെയും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. അന്നായിരുന്നു രൂപശ്രീയുടെയും ചന്ദ്രശേഖരന്റെയും 20ാം വിവാഹ വാർഷികം. 90 ദിവസത്തിനുള്ളിൽ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയത്. കാർ, സ്റ്റെപ്നി ടയറിന്റെ ഇംപ്രഷൻ, കാറിന്റെ ട്രങ്കിൽ നിന്ന് ലഭിച്ച മുടികൾ, വെങ്കിട്ടരമണിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത കെമിക്കൽ മിക്സ് ചെയ്ത ബക്കറ്റ്, മുക്കിക്കൊല്ലാൻ ഉപയോഗിച്ച ഡ്രം, ദുർഗിപ്പള്ളയിൽ നിന്നും രൂപശ്രീ വെങ്കിട്ടരമണിയുടെ കാറിൽ കയറുന്ന CCTV വിഷ്വൽസ്, ഇതെല്ലാം പ്രതികൾക്കെതിരായിട്ടുള്ള പ്രധാന തെളിവായി. ഒപ്പം പ്രതികളുടെ കുറ്റസമ്മതവും. എന്നാൽ കൊലപാതകം നടന്ന് 6 വർഷം പൂർത്തിയായിട്ടും കേസിലെ വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചിട്ടില്ല. ഇതിനിടയിൽ പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. ഈ കാര്യത്തിൽ വ്യക്തതയില്ല. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. കാസർഗോഡുള്ള അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാവുന്നവരുണ്ടെങ്കിൽ ആ വിവരവും കമന്റിലൂടെ അറിയിക്കൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.